കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ലോകമെങ്ങാടും വിവിധ ടൈം സോണിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. യൗവനക്കാരുടെ മാസമായി ഈ മാസം പവർവിഷൻ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഈ മാസത്തിൻ്റെ അവസാന സമയത്ത് ദൈവത്തിൻ്റെ വചനവുമായി എനിക്കും ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിന് ഞാൻ കർത്താവിന് നന്ദി അറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മാന്യ എൻ്റെ കൊച്ചനിയന്മാരെ, കൊച്ചനിയത്തിമാരെ, നിങ്ങൾ ദയവായി അല്പസമയം സ്കിപ്പ് ചെയ്യാതെ ഞങ്ങളെ ശ്രദ്ധിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, പക്ഷേ ആദ്യവും അവസാനവും കേട്ടിട്ട് ഞാൻ കേട്ടു എന്ന് പറയും. അതല്ല, ദൈവത്തിൻ്റെ വചനം, ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുന്നത് ഏത് സമയത്താണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഈ ദൈവത്തിൻ്റെ വചനം മുഴുവനായി കേൾക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും നട്ടെല്ലെന്ന് പറയുന്നത് യൗവനക്കാരാണ്, യുവതലമുറയാണ്. അവരില്ലാതായാൽ ആ പ്രസ്ഥാനം നശിക്കും, അവർ ശക്തമായാൽ ആ പ്രസ്ഥാനം വളരും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പിശാച് നോട്ടം വിടുന്നത് ഈ യൗവനക്കാരെയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് പിശാച് നോട്ടം വിടുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വളരെ ശക്തിയോടെ മുന്നോട്ട് വരേണ്ട കുഞ്ഞുങ്ങൾ പലരും ഡിപ്രഷനിലും സൂയിസൈഡിൻ്റെ ചിന്തയിലും നിരാശയിലും ഒക്കെ ആയിട്ട് പിള്ളേർ പുറമോട്ട് പോവുകയാണ്. ഈ ദിവസങ്ങളിൽ അങ്ങനെ പുറമോട്ട് പോകരുത്. കർത്താവ് നിങ്ങളെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? നമ്മൾ മുന്നോട്ട് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ കർത്താവ് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെപ്പോലെ തകർന്നു പോയ, അല്ലെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളെപ്പോലെ തകർന്ന് നിരാശയെ കിടക്കുന്ന അനേകരെ ഈ ദിവസങ്ങളിൽ കർത്താവിന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ദൈവത്തിൻ്റെ ശബ്ദത്തിന് നമുക്ക് കാതോർക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ വചനം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ പറയട്ടെ. റോമർ ചാപ്റ്റർ 7 വേഴ്സ് 19 and 20 ഞാൻ തന്നെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. പലപ്പോഴും ഈ ദൈവവചനത്തിൽ കൂടെ നമ്മൾ വ്യത്യസ്ത നിലവാരത്തിൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ഇപ്രകാരം ചോദിച്ചു, അങ്കിളെ, ഞാൻ ദുഷിച്ച സ്വഭാവത്തിലൊന്നും പോയിട്ടില്ല, ഞാൻ മദ്യപിക്കാറില്ല, ഞാൻ സിഗരറ്റ് വലിക്കാറില്ല, മറ്റ് ഒരു ദുഷിച്ച സ്വഭാവത്തിലും ഞാൻ പോകാറില്ല, എല്ലാ ആഴ്ചയിലും ഞാൻ സഭായോഗത്തിന് പോകുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ദുഷിച്ച കാര്യമോ ചിന്തകളൊന്നുമില്ല, ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമോ, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകത എന്താണ് എന്ന് അദ്ദേഹം എന്നോട് ചോദിക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞനിയന്മാരെ, അനിയത്തിമാരെ, നിങ്ങളുടെ മനസ്സിലും ഈ ചിന്ത ഈ കാലഘട്ടത്തിൽ ഉടലെടുത്ത് കാണും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകത എന്താണ്? ഈ അന്യഭാഷ പറയേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ കൈകൊട്ടി ബഹളമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകത ഈ കാലഘട്ടത്തിലുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം നമ്മൾ വളരെ ചിന്തിക്കണം. 2-3 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ച ഈ വചനത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷിപ്പ് ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, സഭാരാധനയ്ക്ക് വരുമ്പോൾ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമുള്ളത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. നമ്മുടെ ഡെയിലി ലൈഫിൽ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ്, കാര്യസ്ഥൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോട് പറ്റി ജീവിക്കുവാൻ, അല്ലെങ്കിൽ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം വളരെ അനുഗ്രഹമാണ്. അത് നമ്മൾ എവിടെ ലഭിച്ചാലും നമ്മൾ പേഴ്സണൽ ലൈഫിൽ അത് അനുഭവിക്കണം. സഭായോഗത്തിന് മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. അത് വലിയ അനുഗ്രഹമാണ്. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ അയോഗ്യരായി പാപം ചെയ്തെത്തുമ്പോൾ
അത് അപകടകരമായി മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലെത്തുമ്പോൾ അവിടെ മനസ്താപം ഉണ്ടാകണം, പാപബോധം ഉണ്ടാകണം, ദൈവത്തിനെ നിലവിളിച്ച് കരഞ്ഞ് ഏറ്റുപറയണം. ഒരിക്കലും ഒരു ഡ്രാമ കളിച്ച് ദൈവസന്നിധി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോട് കേൾക്കണം. ഞാൻ ഈ മെസ്സേജിന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് സ്പിരിച്വൽ സ്ഥിരത അല്ലെങ്കിൽ ആത്മീയ സ്ഥിരത എന്നുള്ളതാണ്. സ്റ്റെബിലിറ്റി എന്നാണ്. സ്പിരിച്വൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആത്മീയ സ്ഥിരത. നമുക്ക് ആത്മീയ സ്ഥിരതയുണ്ടോ? നമ്മൾ ആത്മീയ സ്ഥിരതയുള്ളവരാണോ? ഇന്ന് എവിടെ ചെന്നാലും യൗവനക്കാർ കൗൺസിലിംഗ് വരുമ്പോൾ ആദ്യം സംസാരിക്കുന്ന വിഷയം, പാസ്റ്റങ്ങളെ ഞങ്ങൾക്ക് ആത്മീയമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ആത്മീയമായി വളരെ തോറ്റ അവസ്ഥയിലാണ് ഞങ്ങൾ പോകുന്നത്, ഒരു ദിവസം പോലും ജയിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ വല്ലാത്തൊരവസ്ഥയെ മുന്നോട്ട് പോവുകയാണ് എന്ന് പല യൗവനക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പുറകിലുള്ള ഏറ്റവും വലിയ കാര്യം ആത്മീയമായ ഒരു സ്ഥിരതയില്ല. നമ്മളൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ, ഉപവാസ പ്രാർത്ഥന ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ വളരെ സന്തോഷമാണ്. നമ്മൾ വളരെ സന്തോഷത്തോടെ എന്തെല്ലാം തീരുമാനമെടുക്കുമോ ആ സമയത്തെല്ലാം തീരുമാനങ്ങൾ എടുക്കും. പക്ഷേ കുഴപ്പം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആശീർവാദം പറഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ തീരുമാനങ്ങളെല്ലാം കാറ്റിപ്പറക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വലി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അവർക്കൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ എല്ലാം കാരണം എന്താണ്? ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് കഴിയുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല? പ്രൈസ് ദി ലോർഡ്. പ്രിയ യൗവനക്കാരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഈ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ആ ഒരു വാക്യത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അത് കഴിയുന്നില്ല. നമ്മുടെ എല്ലാം മനസ്സിൽ അത് തന്നെയാണ്. നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ലപോലെ ജീവിക്കണം, എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്നെല്ലാം ആഗ്രഹമുണ്ട്. ആ ക്യാമ്പിനകത്ത് അല്ലെങ്കിൽ ആ കൂടിവരവിനകത്ത് നമ്മൾ വളരെ നല്ലപോലെ ദൈവീയ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ആ സാന്നിധ്യത്തിൽ ഇത് പുറത്തു വരുമ്പോൾ നമ്മൾ ഇതെല്ലാം മറക്കുന്നു. നമ്മളെ പുറകോട്ട് വലിക്കുകയാണ്. നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ശക്തികൾ നമ്മളെ വലിച്ചുകൊണ്ട് പോവുകയാണ്. നമുക്ക് ഒരു വെള്ളത്തിൽ കിടക്കുന്ന പടക് പോലെ, ഒരു ബോട്ട് പോലെ എങ്ങോട്ട് വലിച്ചാലും പോകുന്നൊരവസ്ഥ. മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനെ വെല്ലുന്ന, അതിനെ ഓവർകം ചെയ്യുന്ന ഒരു പവർ നമ്മളിലുണ്ടെങ്കിൽ എത്ര വലിയ തിരമാലകൾ അടിച്ചാലും ഒരു ഷിപ്പ് മുന്നോട്ട് പോകുന്നത് പോലെ, അതിൻ്റെ എൻജിൻ വെച്ച് മുന്നോട്ട് പോകുന്നത് പോലെ കീറി മുറിച്ച് പോകാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഓളം തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും ആ കരയ്ക്ക് മടിഞ്ഞ് ഈ കരയ്ക്ക് മടിഞ്ഞ് പോയിക്കൊണ്ടിരുന്ന ആ ബോട്ടിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു യമഹായുടെ ഒരു എൻജിൻ ഘടിപ്പിച്ച് കഴിയുമ്പോൾ എത്ര വല്ല തിരമാലയും കീറിമുറിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് പോലെ ഒരു വലിയ പവർ നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ നമുക്കിതിനെയൊക്കെ ഓവർകം ചെയ്യാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ പൈതൽ ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ? ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ വളരെ നീറ്റായിട്ട് ജീവിക്കുക, പക്ഷേ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. പരിശുദ്ധാത്മാവില്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു നിമിഷം പോലും ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. പരിശുദ്ധാത്മാവില്ലാതെ നമുക്കൊരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കാൻ കഴിയും. ക്രിസ്തീയ ജീവിതം ചെയ്യണമെന്നുണ്ടെങ്കിൽ, വിജയകരമായ ക്രിസ്തീയ ജീവിതം ചെയ്യണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അതനുസരിച്ച് ജീവിച്ചേ മതിയാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇതിന്മേലൊരു വലിയ വിജയം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ടെൻഷനാണ് ആ കാര്യത്തിൽ. അവർ വളരെ ചോദ്യങ്ങളുമായിട്ടായിരിക്കുന്നു, എങ്ങനെ എനിക്കിതിനെ ഓവർകം ചെയ്യാൻ കഴിയും? നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഇതിൻ്റെ അകത്ത് വളരെ അപ്പോസ്തലനായ പൗലോസ് ഊന്നി പറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പാപം ആണ് ഇതിന് മൂല കാരണം. മനുഷ്യനിൽ വസിക്കുന്ന പാപമാണ് ഇതിന് മൂല കാരണം. പാപം എന്നാൽ എന്താണ്? നമ്മൾ പല ഡെഫിനിഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. പാപം എന്നാൽ എന്താണ്? ദൈവത്തിൽ നിന്നും, ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്നും നമ്മളെ അകറ്റുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പാപമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവത്തിൽ നിന്നും, ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കളയുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പാപമാണ്. പലപ്പോഴും കുഞ്ഞുങ്ങൾ ചോദിക്കാറുണ്ട്, അങ്കിളെ അത് പാപമാണോ, ഇത് പാപമാണോ, അങ്ങനെ പോകുന്ന പാപമാണോ, ഇങ്ങനെ പോകുന്ന പാപമാണോ? അവർക്ക് ഒത്തിരി സംശയങ്ങളാണ്.
എങ്ങനെ ജീവിച്ചാൽ പാപമില്ലാതെ ജീവിക്കാൻ പറ്റും? ഏത് പാപമാണോ? സിനിമ കാണുന്ന പാപമാണോ? ചില ആൾക്കാർ പല ചോദ്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ദൈവത്തിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതെല്ലാം പാപമാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ദൈവത്തിൽ നിന്ന് അടുക്കുന്നത് എന്തെല്ലാമാണ്? നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നത് എന്തെല്ലാമാണ്? നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നത് പ്രാർത്ഥന, നമ്മളെ ദൈവത്തോട് ദൈവത്തിൻ്റെ വചനവായന, അത് ധ്യാനിക്കുക, മൂന്നാമത് ഉപവസിക്കുക. ഇതൊക്കെ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. പക്ഷേ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതോ? നമ്മുടെ പ്രാർത്ഥനയുടെ സമയമില്ലാതാകുക, ഉപവസിക്കുന്ന സമയം കണ്ടെത്തുന്നില്ല, ദൈവത്തിൻ്റെ വചനം വായിക്കാൻ സമയം കണ്ടെത്തുന്നില്ല. അതിൻ്റെ എല്ലാം അർത്ഥം ജീവിതത്തിൽ ബിസിയാക്കുക, ജീവിതത്തിൽ സമയമില്ലാതാകുക. പ്രാർത്ഥിക്കാൻ സമയമില്ല, ദൈവത്തിൻ്റെ വചനം വായിക്കാൻ സമയമില്ല, ഉപവസിക്കാൻ സമയമില്ല. അങ്ങനൊരു സ്റ്റേജിലേക്ക് ഒരു യൗവനക്കാരൻ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ സമയം മോഷ്ടിക്കപ്പെടുന്നു, അവൻ്റെ സമയം അവനിൽ ഇല്ലാതാകുന്നു. അതെങ്ങനെ? പല രീതിയിലാകാം. ജോലിയിലെ ബിസിയായിരിക്കാം. പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് നല്ല ജോലി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു, ദൈവം ജോലി തന്നു. പക്ഷേ ആ ജോലി നിന്റെ ജീവിതത്തിൽ ആത്മീയ നിലവാരത്തെ ഇല്ലാതാക്കുന്നതാണെങ്കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോലും സമയം കണ്ടെത്താതെ വൈകിട്ടൂടെ ഓവർ ടൈം ചെയ്യിപ്പിച്ച് 10 മണി 10:30 വീട്ടിലെത്തി ക്ഷീണം കൊണ്ട് വന്ന് കിടന്നുറങ്ങുന്നു, രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പോകുന്നു. പ്രാർത്ഥിക്കാൻ സമയമില്ല, ദൈവത്തിൻ്റെ വചനം വായിക്കാൻ സമയമില്ല. ദൈവം തന്ന ജോലിയാ, സ്തോത്രം. പക്ഷേ നീ അകത്തെ മനുഷ്യൻ, കുഞ്ഞെ, നിന്റെ അകത്തെ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുക. അധികം താമസിയാതെ ഒരു സ്പിരിച്വൽ ഡെത്ത് നിനക്ക് സംഭവിക്കും. സ്തോത്രം. ഓക്കെ, ജോലി പോട്ടെ, വേറെ കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ ഈ മൊബൈൽ എന്ന് പറയുന്ന കാര്യം നമ്മുടെ സമയം കൊല്ലുന്നതാണ്. എത്ര മണിക്കൂർ നമ്മൾ ഈ മൊബൈലിനകത്ത് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ട സമയം, ദൈവത്തിൻ്റെ വചനം വായിക്കേണ്ട സമയം, ഉപവസിക്കേണ്ട സമയം, ആരാധനയ്ക്ക് പോകേണ്ട സമയം, നമ്മൾ ഈ മൊബൈലിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം മുന്നോട്ട് പോകത്തില്ലേ? സമയം പോവുമല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഇതെല്ലാം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ദൈവത്തോട് നമ്മൾ പാപം ചെയ്യുന്നു. മൊബൈലിൽ പിശാച് കയറി നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാം. നമ്മുടെ ജോലിയിൽ കൂടെ വരാം, ചില ബന്ധങ്ങളിൽ കൂടെ വരാം, ചില ചാറ്റിങ്ങിൽ കൂടെ വരാം. ചിലരൊക്കെ മണിക്കൂറുകൾ ആ ഫോണിൽ ചാറ്റ് ചെയ്യുന്ന സമയം പോകുന്ന അവരറിയുന്നില്ല. എന്താണ്? ചില ബന്ധങ്ങൾ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ട് ചെറിയ മുറിവീടി വലിച്ചും മുറുക്കാൻ ചവച്ചുമൊക്കെ ജീവിച്ചിരുന്നൊരു തലമുറയുടെ കാലം പോയി. ഇന്ന് അവർ ഇൻ്റർനെറ്റ് യുഗത്തിലേക്ക് വന്നു. പിശാചും അവൻ്റെ സിസ്റ്റം ചേഞ്ച് ചെയ്തു. ദൈവമക്കളെ, ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ അപ്ഡേറ്റ് ആകുന്നത് പോലെ പിശാച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എങ്ങനെയൊക്കെ ട്രാപ്പാക്കാൻ പറ്റുമോ മനുഷ്യരെ, കുഞ്ഞുങ്ങളെ, അതേപോലെ ട്രാപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കരുത്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപവസിക്കരുത്, നമ്മുടെ കുഞ്ഞുങ്ങൾ വചനം വായിക്കരുത്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, നിങ്ങളുടെ എത്ര കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ബൈ ഹാർട്ടായിട്ട് ദൈവത്തിൻ്റെ വചനമറിയാം? എത്ര കുഞ്ഞുങ്ങൾ അവർ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കാറുണ്ടോ? അവർ നല്ല ഉന്നത നിലവാരത്തിൽ പഠിച്ചു, നല്ല ശമ്പളം മേടിക്കുന്നുണ്ട്. എൻ്റെ മോൾ അവിടെയാണ്, എൻ്റെ മോൾ ഇവിടെയാണെന്നൊക്കെ പറയാൻ നമുക്ക് പറ്റും. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മോൾ അവിടെയാണ്, അവിടെ പ്രസൻ്റാണ്, എൻ്റെ മോൻ ഇവിടെയാണ്, ഇവിടെ പ്രസൻ്റാണ്. പക്ഷേ നിത്യതയിലെത്തുമോ നിൻ്റെ മകനും മകളും? ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടും ചോദിക്കുകയാണ്, നമുക്ക് നല്ല ജോലി വേണം, നമുക്ക് നല്ല ജീവിത നിലവാരം വേണം, ഇതെല്ലാം ആവശ്യമാണ് കുഞ്ഞുങ്ങളെ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്രിസ്തുവില്ലാത്തൊരു ജീവിതം എവിടെ ചെന്നെത്തും? ഈ ലോകത്തിൽ നല്ല സ്റ്റാൻഡേർഡ് ലിവിങ് നിങ്ങൾക്ക് കിട്ടും, നല്ല വീട്, നല്ല കാറ് എല്ലാം കിട്ടും. പക്ഷേ ശ്വാസം പോയാൽ നിത്യതയുടെ തുറമുഖത്ത് നമ്മൾ എത്തുമോ? സ്തോത്രം. ഈ ദിവസങ്ങളിൽ വളരെ നമ്മളൊന്ന് ചിന്തിക്കുന്ന കാര്യമാണിത്. ഈ ലോകത്തിൽ പിശാച് എങ്ങനെങ്കിലും നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു പ്രാന്തന്മാരുടെ ലൈഫിലേക്ക്, പണ്ട് സ്വാമി വിവേകാനന്ദൻ സാമൂഹ്യ വ്യവസ്ഥകളെ നോക്കിയിട്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കേരളം ഭ്രാന്താലയമാണെന്ന്. പക്ഷേ ഇന്ന് അതല്ല കേട്ടോ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ നടപ്പ് കണ്ടാൽ എങ്ങനെയായി തീരുമെന്ന് തന്നെ അറിയത്തില്ല. 5-6 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തെരുവുകളിൽ എന്ന് പറഞ്ഞാൽ കോളേജ് കുഞ്ഞുങ്ങൾ തെരുവുകളിൽ മുടിയൊക്കെ വളർത്തി ഈത്തയൊക്കെ ഒലിപ്പിച്ച് ഭ്രാന്തന്മാരെ പോലെ ലെക്കുകെട്ട് നടക്കുന്നൊരവസ്ഥ കാണേണ്ടി വരും. അതേപോലത്തെ അവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ ചിരിച്ചു കളിക്കുന്ന കുഞ്ഞുങ്ങളല്ല പ്രിയ സുഹൃത്തെ, സമൂഹത്തിൽ, കലാലയങ്ങളിൽ അവർ ആൾ വേറെയാണ്.
നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. അവർക്ക് ഹൃദയത്തിനകത്ത് യേശുവില്ലെങ്കിൽ, പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകും. നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. ഈ ദിവസങ്ങളിൽ എൻ്റെ യൗവനക്കാരായ കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തെല്ലാം ഈ ലോകത്തിൽ വെട്ടിപ്പിടിച്ചാലും, ഏതെല്ലാം അവസ്ഥയിൽ നിങ്ങളെത്തിയാലും, യേശു നിങ്ങളുടെ അകത്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ശൂന്യമാണ്. ഒന്നുമില്ല, ശൂന്യം. എത്ര ഉറച്ചു നിന്നാലും വെറും ശ്വാസം മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോസ്തലനായ പൗലോസ് ഈ പാപത്തെക്കുറിച്ച് പറയുകയാണ്. പാപമാണിതിന് കാരണം. പാപമാണ്. എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, നല്ലപോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നിൽ വസിക്കുന്ന പാപം എന്നെ പുറകോട്ട് വലിക്കുകയാണ്. ഇതാണ് യൗവനക്കാരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് മുന്നോട്ട് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യാൻ പറ്റുന്നില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആത്മാവിനെ പ്രാപിച്ചതിന് ശേഷം അതേ ആത്മാവ് അവരിൽ നിന്ന് ദുഃഖിക്കുക. എന്തിന്? അവർ ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുമ്പോൾ, ദൈവത്തിന് വചനവിരുദ്ധമായി ജീവിക്കുമ്പോൾ അവരിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് ദുഃഖിച്ചിട്ട് അവരെ വിട്ടുമാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ കാലിയായി കിടക്കുന്നില്ല. ആ സ്ഥാനത്തേക്ക് ദുരാത്മാവ് ചാർജ് ഏറ്റെടുക്കും. കുഞ്ഞുങ്ങളെ, ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, നൂറുകണക്കിന് യൗവനക്കാരെ ഞങ്ങളുടെ കൗൺസിലിംഗ് എത്തുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പെന്തക്കോസ്തുകാരായി കടന്നു വരുന്ന അനേക യൗവനക്കാരായ കുഞ്ഞുങ്ങളിൽ ഈവിൾ സ്പിരിറ്റ് വ്യാപരിക്കുന്നു എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. ഈവിൾ സ്പിരിറ്റ്. ബിക്കോസ് ഒരു കാലത്ത് അവർ ആത്മാവിൻ്റെ നിറവുള്ള കുഞ്ഞുങ്ങളായിരുന്നു. പക്ഷേ വഴിവിട്ട ജീവിതം അവരിൽ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചിറങ്ങിപ്പോയി. പിന്നെ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നത് ദുരാത്മാവാണ്. ഒരു കുട്ടൻ, ഒരു പയ്യൻ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, അങ്കിളേ, എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല, ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു. അപ്പോൾ അവൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് നേരത്തെ നല്ലപോലെ ആത്മാവിൽ ആരാധിക്കുമായിരുന്നു. അവൻ ഇത്രാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതാണ്. കാര്യമെല്ലാം ശരിയാണ്. സ്കൂൾ ജീവിതം കഴിഞ്ഞ് കോളേജ് ജീവിതത്തിലേക്ക് കഴിഞ്ഞു വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതി മാറി. ആ കടിഞ്ഞാണുകളെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. തോന്നുന്ന പോലെ ജീവിക്കാൻ ആരംഭിച്ചു. ആ ജീവിതം, വഴിവിട്ട ജീവിതം മുന്നോട്ട് പോയി. പരിശുദ്ധാത്മാവിൻ്റെ വാണിംഗ് എല്ലാം തള്ളിക്കളഞ്ഞ് ഈ ലോകത്തിലേക്ക് ഇഴുകിച്ചേർന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ദുരാത്മാവ് അവനിലേക്ക് കയറി. പരിശുദ്ധാത്മാവ് വിട്ടുപോയത് അറിഞ്ഞു പോലുമില്ല. ദുരാത്മാവ് കയറി സഭായോഗത്തിന് വരുന്നുണ്ട്, കൈകൊട്ടുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഓരോന്നായി വഴിയടയാൻ തുടങ്ങി. ഓരോരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കാൻ തുടങ്ങി. പഠിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് വന്നു. മൈഗ്രെയിൻ ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും ബുക്കിൽ നോക്കാൻ പറ്റുന്നില്ല. അതേപോലെ തലവേദന കൊണ്ട് പുളയാൻ തുടങ്ങി. മാരകമായ അസുഖത്താൽ ആ പൈതലെല്ലാം കൊണ്ട് പല ഹോസ്പിറ്റലുകൾ മാറിപ്പോയിട്ടും എങ്ങൊന്നും ഒരു പ്രതിവിധിയും ലഭിച്ചില്ല. അവസാനം കർത്താവിൻ്റെ സന്നിധിയിലെത്തിയപ്പോൾ കർത്താവ് ആ സഹോദരനെ വിടുവിച്ചു, പൈതലിനെ വിടുവിച്ചു. അവരിൽ വ്യാപരിച്ചിരുന്നത് ഈവിൾ സ്പിരിറ്റ് ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ ദൈവമക്കളെന്ന് പറയുന്നവരിലേക്ക് ഈ പിശാച് ഫോക്കസ് ചെയ്യുന്നത്? ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് യൗവനക്കാരാണ്. ഈ ലോകത്തിലെ ഏതെങ്കിലും പാർട്ടിയുടെ യൗവനക്കാർക്ക് നേരെ പിശാച് ഒരു തന്ത്രവും മെനയത്തില്ല. ബിക്കോസ് അവരെന്തെങ്കിലും ചെയ്യട്ടെ, അതെല്ലാം അവൻ്റെ പൂണി കിടക്കുന്നതുകൊണ്ട് അതൊരു വിഷയമല്ല. പക്ഷേ ദൈവമക്കൾ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങൾ അവർ വളർന്നു വന്നാൽ അവർ പ്രവചിക്കുന്നവരായി മാറും, അവർ പ്രസംഗിക്കുന്നവരായി മാറും, അവർ ആ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ നിറഞ്ഞ് കർത്താവിനോട് നിൽക്കുന്നവരായി മാറും. പക്ഷേ അതുണ്ടാകരുത്. അതുകൊണ്ട് മുളയിലെ നുള്ളിക്കളയുക എന്ന് പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിലേക്ക് പല ആക്ടിവിറ്റീസ് കൊണ്ടിട്ട് അവരെ ആത്മീയത്തിൽ നിന്ന് പുറകോട്ട് മാറ്റി അവസാനം അവരെ പിടിച്ചു കെട്ടി പ്രാർത്ഥിക്കാൻ കഴിയാതെ, ഉപവസിക്കാൻ കഴിയാതെ, ദൈവത്തിൻ്റെ വചനം വായിക്കാൻ കഴിയാതെ, പല കുഞ്ഞുങ്ങളുടെയും ബൈബിളൊക്കെ അവർ ജസ്റ്റ് ഷോ കേസിൽ വെച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി തട്ടിയെടുക്കുക. ഞായറാഴ്ച പോകുമ്പോൾ വായിക്കാറ് പോലുമില്ല. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് മടങ്ങി വരട്ടെ. അവർ കർത്താവിന് മുട്ടുമടക്കട്ടെ. എന്തെല്ലാം വിദ്യാഭ്യാസമുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്യൂച്ചർ ഓപ്പൺ ആകണമെന്നുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ ഓപ്പൺ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പിശാച് തരുന്നതെല്ലാം അവസാനം നിരാശയായിരിക്കും, തകർന്ന് തരിപ്പണമാകും. പക്ഷേ ദൈവം തരുന്നത് അത് സന്തോഷമായിരിക്കും, നിന്നെ നിത്യജീവിതത്തിൽ എത്തിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏത് വലിയ രാജ്യത്ത് പോയാലും എത്ര ഉന്നത വിദ്യാഭ്യാസമുണ്ടെങ്കിലും ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറന്നില്ലെങ്കിൽ പ്രിയ സുഹൃത്തെ ഒരിക്കലും അതൊരു ശാശ്വതമാകുകയില്ല. അപ്പോൾ ഈ പാപം മനുഷ്യനെ പുറകോട്ട് വലിക്കുന്നു. ആ പാപത്തെക്കുറിച്ച് റോമാലേഖനം അതിൻ്റെ 6-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത് നമുക്ക് ശ്രദ്ധിക്കണം. ഈ റോമാലേഖനം എഴുതിയത് ആർക്കെന്നറിയാമല്ലോ? ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, പുറത്തുള്ളവർക്ക് അല്ല അകത്തുള്ളവർക്ക് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 3-ാം വാക്യം ഇപ്പോൾ എഴുതിക്കുന്നു, പൗലോസ് റോമയിലെ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. അപ്പം ഈ റോമാലേഖനം പുറത്ത് കിടക്കുന്ന ആൾക്കാർക്കല്ല, അകത്ത് ദൈവത്തെ ആരാധിക്കുന്നെന്ന് പറയുന്ന വിശുദ്ധന്മാർക്ക്, ദൈവജനത്തിന് എഴുതപ്പെട്ടതാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജീവിക്കുന്നവർക്ക് പലപ്പോഴും ദൈവസന്നിധിയിൽ വിജയകരമായ ക്രിസ്ത്യ ജീവിതം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. അത് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ട് തിരിച്ചറിയണം. അപ്പോൾ 6-ാം അധ്യായം 12-13 വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. അപ്പോൾ പാപം നമ്മുടെ ശരീരത്തിൽ വാഴുവാൻ അനുവദിക്കരുത്. വാഴുവാൻ അനുവദിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഏതൊരു രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തൊരു നിയമമുണ്ട്. ഞാൻ 21 വർഷം ദുബൈയിൽ ബിസിനസ് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആ ദേശത്ത് ഒരു നിയമമുണ്ട്. ഇവിടെ ഞാൻ ഓടിക്കുന്നത് ഡ്രൈവിങ്ങിൽ വലതുവശത്തിരുന്നുകൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആ UAE പട്ടണത്തിൽ ചെന്നിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ വലതുവശം ചേർന്നേ ഓടിക്കത്തുള്ളൂ, ഞാൻ വലതുവശത്ത് ഇരുന്ന് ഞാൻ ഓടിക്കത്തുള്ളൂ, ഞാൻ അങ്ങനെ പഠിച്ചിരിക്കുന്നത്, ഞാൻ ഇന്ത്യക്കാരനാ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആ രാജ്യത്തിൻ്റെ നിയമം നീ കാറിൻ്റെ ഇടതുവശത്തിരുന്ന് ഓടിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ, ലോകത്തെവിടെ ചെന്നാലും നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓതറൈസേഷൻ കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ദേശത്തിൻ്റെ നിയമം അനുസരിച്ച് ഞാൻ ജീവിക്കും, ഈ ദേശത്തിൻ്റെ നിയമം എനിക്ക് ബാധ്യമാണ്, അല്ലെങ്കിൽ ഞാൻ അതിന് അണ്ടറിലാണ് എന്ന് നമ്മൾ എഴുതി കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ഒരു ടിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ രാജ്യത്ത് എൻ്റർ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ആ രാജ്യത്തെ നിയമം വാഴണമെന്നുണ്ടെങ്കിൽ ഞാൻ സമർപ്പിച്ചതിന് ശേഷമാണ് അത് നമ്മളിൽ വാഴുന്നത്. അപ്പോൾ ഒരു സമർപ്പണമില്ലാതെ നമ്മളിൽ ആ നിയമം വാഴത്തില്ല. അങ്ങനെ സമർപ്പണമില്ലാതെ മുന്നോട്ട് പോയാൽ നമ്മൾ ആ രാജ്യത്തെ വിസ ലഭിക്കുകയുമില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കാണുന്നുണ്ട്, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വാഴാൻ നമ്മൾ അലൗഡ് കൊടുത്തിട്ടാണ് ഇത് വാഴുന്നത്. സ്തോത്രം. ഈ പാപം നമ്മളിൽ വാഴുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അലൗഡ് കൊടുത്തിട്ടാണ് വാഴുന്നത്. നമ്മളൊരു ഈ ഗൂഗിൾ ആപ്പിനകത്ത് നമ്മളൊരു പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, അത് അലോ ചെയ്യുമോ, ഇത് അലോ ചെയ്യുമോ, നിങ്ങളുടെ ഗാലറി ഞങ്ങൾക്ക് വേണം, നിങ്ങളുടെ ഫോൺ ഡേറ്റ ഞങ്ങൾക്ക് വേണം, അല്ല ഇതെല്ലാം അലോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നമുക്ക് മൊബൈലിനകത്ത്. അപ്പോൾ ഈ ലോകത്തിലെ ഒരു മൊബൈലിനകത്ത് അത് അലോഡ് കൊടുക്കാതെ നമുക്ക് ഡൗൺലോഡ് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധി നമ്മൾ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തെന്ന് പറയുകയും പാപം നമ്മളെ വാഴുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തതിനകത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പാപം നമ്മളിൽ വാഴരുത്. സ്തോത്രം. വീണ്ടും ജനിക്കപ്പെട്ട അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഞാൻ ഇന്നു മുതൽ എൻ്റെ യേശു ക്രിസ്തുവിനോട് ജീവിക്കും, എൻ്റെ ജീവിതം യേശു ക്രിസ്തുവിന് വേണ്ടിയാണ്, എൻ്റെ കർത്താവും രക്ഷിതാവുമാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞ് ജീവിതം ആരംഭിച്ചതാണ് നമ്മൾ ഒരു ഉടമ്പടിയിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ അഗെയിൻ, വീണ്ടും ജനനം. നമ്മൾ പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു. ആ പാപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവും കൂടെ ചേർന്ന് നമ്മൾ വീണ്ടും ജനിക്കപ്പെടുന്നു. വീണ്ടും ജനിക്കപ്പെടുന്ന നമ്മളിലേക്ക് എങ്ങനെയാണ് ഈ പാപം കയറുന്നത്? വീണ്ടും എങ്ങനെയാണ് പാപം നമ്മളിൽ വാഴുന്നത്? അതിൻ്റെ അർത്ഥം നമ്മുടെ വീണ്ടും ജനനത്തിന് എന്തോ ചില പ്രോബ്ലംസ് ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കേണ്ട രീതിയിൽ നമ്മൾ വീണ്ടും ജനിച്ചിട്ടില്ല. സ്തോത്രം. ഇപ്പോഴത്തെ ബോൺ അഗെയിൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ റിപ്പൻറ്റൻസ് എന്നൊക്കെ പറയുന്നത്, ജസ്റ്റ് ഒന്ന് കൈ ഉയർത്തി
ആരെങ്കിലും കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പതുക്കെ ഒരു ഹാഫ് കൈ ഉയർത്തിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഒരാൾ കൊണ്ടൊരു കാർഡ് കൊടുക്കും, ആ കാർഡ് ടിക്ക് ചെയ്യും, കഴിഞ്ഞു. പശ്ചാത്താപമില്ല, കരച്ചിലില്ല, നിലവിളിയില്ല. ഞാനൊക്കെ ഓർക്കുന്നു, ഞാനൊക്കെ പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടിട്ട് പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോയ വ്യക്തികളാണ്. എന്നാൽ ഞങ്ങളൊക്കെ കർത്താവിലേക്ക് അടുത്ത് വന്നപ്പോൾ നിലവിളിച്ച് കരഞ്ഞു, കർത്താവേ ഈ സ്ഥാനത്ത് നിൽക്കാൻ വയ്യേ, ഞാൻ പാപിയാണേ എന്ന് ഞാൻ അലറി നിലവിളിച്ച് കരഞ്ഞു. സ്തോത്രം. ഞാൻ നേരത്തെ പൗർവിഷലിൻ്റെ ടെസ്റ്റ് മണിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഒരു ബിസിനസ്സുകാരനായി ദൈവമില്ലാത്തവനായി ജീവിച്ചവനാണ് ഞാൻ. എന്നാൽ ദൈവത്തിൻ്റെ അടി വീണ് അവിടുത്തെ ജയിലിലാക്കപ്പെട്ട് ആക്സിഡൻ്റായിട്ട് കാല് രണ്ടായിട്ട് ഒടിഞ്ഞ് വീൽ ചെയറിൽ മാറി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാതെ വീൽ ചെയറിൽ ഇരുന്ന് എന്നെ കർത്താവ് എഴുന്നേൽപ്പിച്ച് നടത്തി. എപ്പോഴെന്നറിയാമോ? ദൈവസന്നിധി സറണ്ടർ ചെയ്തപ്പോൾ. ഏത് മനുഷ്യനും എത്ര വലിയ കൊടും പാപിയാണെങ്കിലും ദൈവസന്നിധി സറണ്ടർ ചെയ്യപ്പെട്ടാൽ അവിടെ ദൈവം ഇറങ്ങി വരും, നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിക്കും. അപ്പോൾ യഥാർത്ഥമായൊരു മാനസാന്തരം നമുക്കുണ്ടാകുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. എന്ന് പറഞ്ഞാൽ ഒരു വീണ്ടും ജനനം, ബോൺ അഗെയിൻ. ദൈവജനത്തെക്കുറിച്ച് അത് നമ്മൾ ഈ ബോൺ അഗെയിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ജീവിച്ച രീതിയിൽ നിന്ന് മൊത്തത്തിലൊരു വലിയ ചേഞ്ചസ് ഉണ്ടാകുകയാണ്. പുറമേ ശരീരത്തിന് വലിയ ചേഞ്ചസ് ഒന്നും വരത്തില്ല, നീളം കുറയുന്നില്ല, വണ്ണം കൂടുന്നില്ല, ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ നേച്ചർ, നമ്മുടെ സ്വഭാവം, നമ്മുടെ ക്യാരക്ടർ വലിയ ചേഞ്ചസ് ഉണ്ടാകും. സ്തോത്രം. അന്നുവരെ ഉണ്ടായിരുന്ന പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് കുറ്റബോധം തരും. അങ്ങനെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്താലും ആത്മാവിനാലും നമ്മൾ വീണ്ടും ജനിക്കപ്പെടുന്നു. എന്നാൽ പഴയ സ്വഭാവം, പഴയ രീതികളെല്ലാം അവിടെ മരിക്കുകയാണ്, അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. സ്തോത്രം. പിന്നെ നമ്മൾ പിന്നീട് ഒരു ജീവിതം എന്ന് പറയുന്നത്, സ്തോത്രം, വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഇന്ന് തൊട്ട് കാണത്തില്ല. സ്തോത്രം. യഥാർത്ഥമായി വീണ്ടും ജനിച്ചവരോട് ചോദിച്ചാൽ അവർ പറയും, ഇന്നലെ വരെ ഞാൻ വല്ലാത്തൊരു സ്വഭാവമായിരുന്നു, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലായിരുന്നു, എനിക്ക് ഭയങ്കര കോപമായിരുന്നു, എനിക്കെല്ലാം വലിച്ചെറിയണമായിരുന്നു. പക്ഷേ എൻ്റെ ക്രിസ്തു അകത്ത് വന്നപ്പോൾ ഞാൻ മാറി. എനിക്കറിയത്തില്ല എങ്ങനെയാണ് മാറിയെന്ന്. എന്നെ പല്ല് ഗുണദോഷിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ സ്വഭാവം അതിന് എക്സാമ്പിളാണ്. എന്നെ ഗുണദോഷിക്കാത്ത ആൾക്കാരുമില്ല. എൻ്റെ വല്യപ്പച്ചൻ പാസ്റ്റർ മുട്ടങ്കി വർഗീസ്, എൻ്റെ പപ്പ പാസ്റ്റർ IPCയിലെ പാസ്റ്ററാണ്, പാസ്റ്റർ ജേക്കബ് സാമുവൽ. 56 വർഷമായി കർത്താവ് വരെ. ദൈവദാസന്മാരുടെ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു പോലും ദൈവത്തെ വെല്ലുവിളിച്ച് ഇതൊക്കെ ചുമ്മാതാന്ന് പറഞ്ഞ ഒരു നടന്ന കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അന്ന് എന്നെ ഗുണദോഷിക്കാൻ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി പണി നോക്ക്, എന്നെ ഗുണദോഷിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ എൻകൗണ്ടർ, ദൈവത്തിൻ്റെ വചനം എന്നിൽ കയറിയപ്പോൾ ഞാൻ ആ നിലവിളിച്ച് കരഞ്ഞു, ഞാൻ പാപിയാണേ എന്ന് നിലവിളിച്ച് കരയാൻ തുടങ്ങി. അന്ന് വരെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ അന്നു മുതൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ എന്നെ പിടിച്ചിരുന്ന പല സ്വഭാവങ്ങളും പിടിവിട്ടു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വളർത്തപ്പെട്ടത് ഈ ലോകത്തിൽ ഏതെങ്കിലും മാതാപിതാക്കളിലാണ്, അല്ലേ? അപ്പോൾ അവരുടെ സ്വഭാവം നല്ലതും തീയതുമായ ചില സ്വഭാവങ്ങൾ നമ്മളിലേക്ക് കയറി വരും. ചിലപ്പോൾ പറയുന്നത് കേട്ടിട്ടില്ലേ, അയ്യോ ആ കുഞ്ഞ് നടക്കുന്നത് കണ്ടോ, അവൻ അമ്മ നടക്കുന്നത് പോലെയാ, അവൻ അപ്പം സംസാരിക്കുന്നത് പോലെയാ. നല്ല കാര്യമാണ്, വരട്ടെ. പക്ഷേ ചില തീയതായ സ്വഭാവങ്ങൾ ആ പാരമ്പര്യത്തിൽ കൂടെ കയറി വരും. എൻ്റെ അപ്പന് ഭയങ്കര കോപമുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കും കോപമുണ്ട്. ഇങ്ങനെ ചിലത് കയറി വരാറില്ലേ? എൻ്റെ അപ്പൻ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് എനിക്കും അതുണ്ട്. ദൈവമക്കളെ, അപ്പോൾ ആ ജനനത്തിൽ കൂടെ ചിലത് കൈമാറി വരുന്നത് പോലെ ഇതിങ്ങനെ ഫോളോ ചെയ്ത് വരും. പക്ഷേ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയും ദൈവജനം പറയും. അതിൻ്റെ അർത്ഥം അവൻ ക്രിസ്തുവിലാകുക, ക്രിസ്തു അവനിലാകുക. ഈ രണ്ടു പ്രോസസ്സ് ഒരുമിച്ച് നടക്കുകയാണ്. അതിനാണ് വീണ്ടും ജനം എന്ന് പറയുന്നത്. പാപം കുറിച്ചുള്ള ബോധമുണ്ടായി നിലവിളിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരുന്ന വഴിയിൽ ഡൈവേർട്ട് ചെയ്ത് പോവുകയല്ല, ഓടിക്കൊണ്ടിരുന്ന വഴിയിൽ അറ്റാച്ച് ചെയ്യുകയല്ല, പിന്നെയോ ഓടിക്കൊണ്ടിരുന്ന വഴിയിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ടേൺ ടു ജീസസ്, ദൈവത്തെങ്കിലേക്ക് തിരിയുക. അതാണ് യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ്, ഇത് അഡ്ജസ്റ്റ്മെന്റ് നടക്കത്തില്ല, സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ടല്ലാതെ ടേൺ എടുക്കാൻ പാടാണ്, അല്ലെങ്കിൽ ഡേഞ്ചറാണ്. ടേൺ എടുത്തിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുക. അതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തിരിഞ്ഞൊരു മനുഷ്യൻ, അവനെ പറയുന്നു അവൻ ബോൺ അഗൈൻ, വീണ്ടും ജനിക്കപ്പെട്ടു. സ്തോത്രം. ഈ വീണ്ടും ജനിക്കപ്പെട്ട പൈതൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ, സ്തോത്രം, അവനോടൊന്ന് ചോദിച്ചാൽ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന പലതും എൻ്റെ ജീവിതത്തിലില്ല. എല്ലാം ചേഞ്ച് ആകണമെന്നില്ല കേട്ടോ. അത് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ ഓരോന്നും നമ്മളിൽ ചേഞ്ചായി വരികയുള്ളൂ. അത് മുന്നോട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്തോത്രം.
പരിശുദ്ധാത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ജയമെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്നാലും ടോട്ടലി ഒരു ഭയങ്കര ചേഞ്ചസ് നമ്മളിൽ തുടങ്ങും. അന്ന് വരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും മാറാൻ തുടങ്ങും. കർത്താവിനോട് അടുത്തിരിക്കണം, ദൈവത്തിൻ്റെ വചനം വായിക്കണം, പ്രാർത്ഥനയ്ക്ക് പോകണം, എനിക്ക് ദൈവസ്ഥന് ഇരിക്കണം. ആ വലിയൊരു സ്നേഹബന്ധം അന്ന് ആരംഭിക്കും. ബിക്കോസ് ഈ വീണ്ടും ജനനത്തിൽ കൂടെ സംഭവിക്കുന്നത് ക്രിസ്തുവിൽ വ്യാപരിച്ച എല്ലാ സ്വഭാവവും നമ്മളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. സ്തോത്രം. ഈ അന്ന് വരെ അപ്പനിൽ വ്യാപരിച്ചതാണ്, അന്ന് വരെ അമ്മയിൽ കൂടെ ഉള്ളതാണ് വന്നുകൊണ്ടിരുന്നെങ്കിൽ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തുവിൽ വ്യാപരിച്ചത് നമ്മളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വ്യാപരിച്ച സ്നേഹം, ക്രിസ്തുവിൽ വ്യാപരിച്ച സമാധാനം. സ്തോത്രം. അതാണ് ദൈവമക്കളുടെ സമാധാനം എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ സമാധാനം എന്ന് പറയുന്നത് ചുറ്റുപാടുകളെല്ലാം ക്രമീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, മക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ട് ലോകത്തിലെല്ലാം ഒന്ന് സെറ്റിലാക്കി 10 ഏക്കർ റബ്ബർ തോട്ടം മേടിച്ചിട്ട് 50 ഷീറ്റും അയേ കിടക്കുമ്പോൾ അപ്പച്ചന്മാർക്ക് ചാരി കസേര കിടന്ന് പറയും സമാധാനമായി. ഓ, കുഞ്ഞുങ്ങളെയൊക്കെ ഒരു നിലയിലെത്തിച്ചു, മോൻ അമേരിക്കയിൽ പോയി, മോള് ന്യൂസിലാൻഡിൽ പോയി, എല്ലാം സെറ്റിലായി, ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയത്തില്ലേ? അതാണ് ഈ ലോകത്തിലെ സമാധാനം. എല്ലാം സെറ്റിലാവുമ്പോൾ സമാധാനം. പക്ഷേ ആ ചാരി കസേര കിടക്കുന്ന സമയത്ത് ഒരു ഫോൺ കോളും വരും. ആരുടെയാ? മോൻ അമേരിക്ക. എന്താ മോനെ? പപ്പാ പ്രത്യേകം പ്രാർത്ഥിക്കണം, നമ്മുടെ മോന് ചെറിയൊരു തലവേദന. എന്തു പറ്റി? അറിയത്തില്ല, വിക്സ് പുരട്ടി നോക്കി മാറുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് വന്നു, തലയിൽ ട്യൂമർ. എന്ത് ചെയ്യും? അപ്പച്ചൻ നിലവിളിച്ച് കയറി, അയ്യോ, ഞാൻ ഈ 90 വയസ്സുള്ള അപ്പൻ ഇവിടെ ഇരിപ്പുണ്ട്, എന്നെ എടുത്തോ, എൻ്റെ 10 വയസ്സുള്ള കുഞ്ഞിനെ എടുക്കല്ലേ എന്ന് നിലവിളിച്ച് കരയും. എന്താ? അതുവരെ സമാധാനം എന്ന് പറയുന്നത് ഒറ്റ നിമിഷം കൊണ്ട് പോയോ? ഇതാണ് ഈ ലോകത്തിലെ സമാധാനം എന്ന് പറയുന്നത്. നീർക്കുമള പോലെയുള്ളൂ. ആ സമാധാനത്തെ നോക്കി യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ഈ സമാധാനം പ്രാപിക്കണമെങ്കിൽ വീണ്ടും ജനിക്കപ്പെട്ട് ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടവരായി പണിയപ്പെട്ടെങ്കിൽ മാത്രമേ ഈ സമാധാനം ലഭിക്കത്തുള്ളൂ. സ്തോത്രം. ഈ സമാധാനത്തെക്കുറിച്ച് മാത്രമല്ല, ഏതൊരു കാര്യം നിങ്ങൾ നോക്കിക്കോ, സൗമ്യതയാണെങ്കിലും അല്ലെങ്കിൽ സന്തോഷം, സ്നേഹം, ഇതെല്ലാം ക്രിസ്തുവിൽ കൂടെ വരുന്നൊരു പ്രത്യേകതയാണ്. ഈ ലോകത്തുമായിട്ട് തന്നെ തട്ടിച്ച് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. നിങ്ങൾ സ്നേഹത്തെക്കുറിച്ച് എന്ത് ചോദിക്കുക? നമ്മളെക്കാൾ കൂടുതൽ എത്രയോ സ്നേഹിക്കുന്ന, ദാനധർമ്മം ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. നമ്മൾ എന്ത് കൊടുക്കുന്നു? അതിൻ്റെയൊക്കെ 10 ഇരട്ടി കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുണ്ട്. പക്ഷേ അവരിൽ വ്യാപരിക്കുന്ന സ്നേഹം, അത് നമ്മളിൽ വ്യാപരിക്കുന്ന സ്നേഹത്തോട് വ്യത്യാസമുണ്ട്. സ്തോത്രം. ഈ ലോകത്തിൽ നമ്മളെ ഒരാൾ കല്യാണത്തിന് വിളിച്ചാൽ നമ്മൾ തിരിച്ചും വിളിക്കും, കയറിത്താമസം വിളിച്ചാൽ നമ്മൾ കയറിത്താമസം വിളിക്കും. എന്ന് പറഞ്ഞാൽ പകരത്തിന് പകരമാണ് ഈ ലോകത്തിലെ സ്നേഹം. പിന്നെ ഒരു ഇച്ചിരൂടെ ഗ്രേഡ് കൂടിയാൽ ഒന്നും ചെയ്തില്ലെങ്കിലും ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. നല്ല കാര്യം, സ്തോത്രം. പക്ഷെ ക്രിസ്തുവേശുവിൽ കൂടെ വ്യാപരിച്ച സ്നേഹം അതല്ല. ക്രിസ്തുവേശുവിൽ കൂടെ വ്യാപരിച്ച സ്നേഹം നമ്മളിലേക്ക് പകരുന്നത് നമ്മുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന ആളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? നമ്മളെ കുറ്റം പറഞ്ഞ ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? നമ്മുടെ മുഖത്തടിച്ച ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? കഴിയില്ല. ഈ ലോകത്തിലെ ഒരു വിചാരങ്ങൾക്കും അങ്ങനൊരു പ്രോസസ്സ് ഇല്ല. അങ്ങനൊരു വികാരം പുറത്തു വരുത്തില്ല. പക്ഷേ ക്രിസ്തുവിൽ കൂടെ മാത്രമേ പുറത്തു വരുത്തുള്ളൂ. എന്നെ ദ്രോഹിച്ച, എന്നെ നിന്ദിച്ച, എന്നെ പരിഹസിച്ച ഒരാളെ കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുത്ത് സഹോദര സുഖമായിരിക്കുന്നോ എന്ന് ചോദിക്കാൻ ആർക്ക് കഴിയും? യേശുവിന് മാത്രമേ കഴിയുള്ളൂ. യേശു അത് പ്രൂഫ് ചെയ്ത് കാണിച്ചു. ആ യേശുവിൽ ജീവിക്കുന്ന നമുക്കതിന് കഴിയും. ക്രിസ്തുവേശുവിൽ കൂടെ വീണ്ടും ജനിക്കപ്പെട്ടൊരു വ്യക്തിയിലേക്ക് ആ സ്നേഹത്തിൻ്റെ വിത്തുകൾ മുളച്ച് അതൊരു വൃക്ഷമായി വളരാൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം, സമാധാനം, ദീർഘക്ഷമ, സൗമ്യത, ഇതെല്ലാം വളരാൻ തുടങ്ങും. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഫലം. ഇതെല്ലാം നമ്മളിൽ വരണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട്, എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് വളർന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ബോറടിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് നിത്യതയ്ക്ക് ഇതാവശ്യമാണ്. എങ്ങനെങ്കിലും ഇളക്കപ്പെരുക്കത്തിൽ കൂടെ പോയാൽ ഒന്നും കാര്യം നടക്കത്തില്ല. ഇന്ന് മിക്കതും ഇളക്കപ്പെരുക്കങ്ങളാണ്. ദൈവമക്കളെ, ഇളക്കപ്പെരുക്കമൊന്നും നമുക്ക് വേണ്ട. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് യേശുവിലാണോ നമ്മൾ അടിസ്ഥാനമിട്ടിരിക്കുന്നത്? ഞാൻ യഥാർത്ഥമായി വീണ്ടും ജന്മം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ഇന്നൊന്ന് ശോധന ചെയ്യണം. എൻ്റെ സ്വഭാവത്തിന് വല്ല മാറ്റമുണ്ടോ? ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പേ, അല്ല ഞാൻ കർത്താവിലേക്ക് വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന അതേ സ്വഭാവം തന്നെയാണോ ഇപ്പോഴും? എങ്കിൽ വീണ്ടും ജനനം നടന്നിട്ടില്ല. സ്തോത്രം. വീണ്ടും ജനിക്കപ്പെട്ട കുഞ്ഞിന്, ആ പൈതലിന് ഒരു വലിയ വ്യത്യാസമുണ്ട്. അത് മാതാപിതാക്കൾ തിരിച്ചറിയും, സമൂഹം തിരിച്ചറിയും, മറ്റ് സ്കൂളിലും കോളേജിലും തിരിച്ചറിയും, ജോലി ചെയ്യുന്ന സ്ഥലത്ത് തിരിച്ചറിയും.
അവിടെയാണ് നമ്മുടെ സെപ്പറേഷൻ വെളിപ്പെടുന്നത്. സെപ്പറേഷൻ നമ്മൾ പറയാറില്ലേ, ഞങ്ങൾ വേർപെട്ടവരാണ്, ഞങ്ങൾ വിശുദ്ധരാണെന്നൊക്കെ പറയാറില്ലേ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മറ്റുള്ളവർ അറിയിക്കുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ളവർ നമ്മളെ കണ്ടിട്ട് പറയണം, യെസ് ഒരു സെപ്പറേറ്റ് പയ്യനവൻ, ഇവൾ സാധാരണ ഒരു പെൺകുട്ടിയല്ല, ഇവൾക്ക് ഒരു വ്യത്യാസമുണ്ടെന്ന് അവർ നമ്മളെ നോക്കി പറയണം. അവിടെയാണ് യഥാർത്ഥമായി നമ്മുടെ സെപ്പറേഷൻ പുറത്തു വരുന്നത്. അതെങ്ങനെ, എന്തുകൊണ്ട് സാധിക്കുന്നു? ഈ ബോൺ അഗെയിൻ തൊട്ട് ദൈവത്തെങ്കിലേക്ക് നമ്മൾ ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഉടമ്പടി എടുത്ത് തീരുമാനമെടുക്കുന്ന അന്ന് മുതൽ അത് പെർഫെക്റ്റ് ആയിരിക്കണം. സ്തോത്രം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പും പ്രോപ്പറായി മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അടിസ്ഥാനം തകർന്നാൽ കെട്ടിടം താഴെ പോകും എന്ന് പറഞ്ഞാൽ പണി ശരിയാകത്തില്ല. അടിസ്ഥാനം സ്ട്രോങ് ആയിരിക്കണം. അടിസ്ഥാനം ഒരിക്കലും ഈ ലോകത്തിലെ എന്തെങ്കിലും ആകരുത്. നമ്മൾ ക്രിസ്തുവിലേക്ക് കടന്നു വരാൻ പല രീതിയിൽ കർത്താവ് നമ്മളെ തൊട്ടെന്ന് വരും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ലക്ഷക്കണക്കിന് ദിറംസിൻ്റെ കടബാധകൾ കടക്കാനായിരുന്നു. ഞാൻ ജയിലിനകത്ത് കിടന്നിട്ടുണ്ട്. അവിടെ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നു. എൻ്റെ കാൽ രണ്ടായിട്ട് ഒടിഞ്ഞുപോയി. ഞാൻ വീൽ ചെയറിലായിരുന്നു. എന്നെ എഴുന്നേപ്പിച്ച് കർത്താവ് നടത്തി. ഇതൊന്നുമല്ല ഞാൻ പണിതിരിക്കുന്ന ബേസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ക്രിസ്തുവിലേക്ക് എന്നെ കൊണ്ടുവന്ന ചൂണ്ടുപലകൾ മാത്രമാണ്, എന്നെ അടുപ്പിച്ച സോഴ്സസ് മാത്രമാണ്. പക്ഷേ ഞാൻ അടിസ്ഥാനമിട്ടിരിക്കുന്നത് ഞാൻ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട്. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? കടഭാരം വീണ്ടും വരട്ടെ, കാല് വീണ്ടും ഒടിയട്ടെ, വീണ്ടും രോഗം വരട്ടെ, ക്രിസ്തുവിൽ തന്നെ പറിച്ചു മാറ്റാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ പലരും തിരിച്ചു പോകുന്നതിൻ്റെ കാര്യം അതാ. കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി ഞാൻ കണ്ടു. അവർ വന്ന സമുദായത്തിൽ പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അതെ, ഞങ്ങളൊരു വീടൊക്കെ പ്രാർത്ഥിച്ച് കിട്ടി, അങ്ങനെ ഞങ്ങൾ യേശുവിനെ കണ്ടെത്തിയേ. പക്ഷേ ആ വീട് ഇപ്പം ജപ്തിയായി. അതുകൊണ്ട് ഞങ്ങൾ മാനസികമായിട്ട് തകർന്നു. അതുകൊണ്ട് ഞങ്ങൾ പഴയ സമുദായത്തിലേക്ക് പോയി. അപ്പോൾ അവരുടെ ബേസ് വീടായിരുന്നു, ക്രിസ്തുവല്ലായിരുന്നു. ദൈവമക്കളെ, നമ്മുടെ ബേസ് ക്രിസ്തുവാണ്. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. അപ്പോൾ ഇത് എപ്പോഴാണ് തുടങ്ങുന്നറിയാമോ? നമ്മുടെ അപ്പനമ്മമാരല്ല നമുക്ക് അടിസ്ഥാനപ്പെടുന്നത്. അവർ നമ്മളെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും, കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് നമ്മളെ ക്രിസ്തുവിൽ അടിസ്ഥാനമിടാൻ പ്രേരിപ്പിക്കുന്നത്. അതിന് ദൈവസേന ഇരിക്കണം. ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കണം. വെട്ടിമാറ്റേണ്ടതിനെ വെട്ടിമാറ്റണം. പിഴുതുകളേണ്ടതിനെ പിഴുതുകളയണം. ഇതൊരു പ്രോസസ്സാണ്. ഒറ്റ നിമിഷം കൊണ്ട് ശുദ്ധിയാകട്ടെ എന്ന് പറഞ്ഞാൽ ശുദ്ധിയാകത്തില്ല. ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ പാപമെല്ലാം കർത്താവ് ക്ഷമിച്ചു, ഞാൻ ഇന്നു മുതൽ എല്ലാം രക്ഷ. അങ്ങനല്ല. ഓരോ ദിവസം ചെല്ലും തോറും ക്രമീകരിക്കേണ്ട കാര്യങ്ങളെ ക്രമീകരിച്ച് അതാ പറഞ്ഞ ആഴേ കുഴിച്ച് അടിസ്ഥാനമിടുന്നവൻ. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെടണമെങ്കിൽ ആഴത്തിൽ കുഴിക്കണം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം നീക്കണമോ അതെല്ലാം നീക്കി ദൈവസന്നിധിയിലിരിക്കണം. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയൊക്കെ അതിനു വേണ്ടിയാ. ഈ ലോകത്തിൽ എന്തെങ്കിലും ലഭിക്കാനല്ല നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയൊന്നും. ദൈവമക്കളെ, ഈ ലോകത്തിൽ എന്തെങ്കിലും ലഭിക്കാൻ നീ പ്രത്യേകിച്ച് ഉപവസിക്കൊന്നും വേണ്ട. നമ്മളെത്തനൊന്ന് കണ്ടുണരാൻ. പ്രൈസ് ഗോഡ്. കർത്താവേ, ഞാൻ ദൈവത്തിൽ നകന്ന് ജീവിക്കുന്ന ഇന്നിന്ന വിഷയങ്ങൾ കൊണ്ടാണല്ലോ ഞാൻ ഇന്നു മുതൽ അതിനെ പറിച്ചു കളയുക. ഹല്ലേലൂയ. പലപ്പോഴും കുഞ്ഞുങ്ങൾക്കത് പറ്റുന്നില്ല. എന്താ കാരണം എന്നറിയാമോ? അടുത്ത വാക്യം ഞാൻ വായിക്കുമ്പോൾ കാര്യം മനസ്സിലാവും. അവിടെ പറയുന്നു, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് വാഴരുത്. അപ്പം ഞാൻ വാഴുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. വീണ്ടും ജനനം പ്രോപ്പർ അല്ലെങ്കിൽ ഈ പാപം വീണ്ടും നമ്മളെ വാഴാൻ തുടങ്ങും. സ്തോത്രം. നമ്മുടെ സമർപ്പണം ക്ലിയർ അല്ല. നമ്മൾ ദൈവസന്നിധി പൂർണ്ണമായിട്ട് നമ്മളെ സമർപ്പിച്ച് കൊടുക്കാത്തോളം കാലം നമുക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുതൽ ലഭിക്കുകയില്ല. രണ്ടാമതിരിക്കുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. ഇത് ഭയങ്കര ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വീണ്ടും ജനനം പ്രാപിക്കുന്ന സമയം നമ്മൾ ദൈവസ്ഥനിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ കൺട്രോൾ കർത്താവ് ഏറ്റെടുക്കുകയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ കൈകാലുകൾ, നമ്മുടെ ചെവി, നമ്മുടെ സകല സിസ്റ്റത്തിൻ്റെയും കൺട്രോൾ കർത്താവ് ഏറ്റെടുക്കുക. അന്ന് വരെ പിശാചാണ് അതിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെങ്കിൽ, എന്നാൽ പരിശുദ്ധാത്മാവ് ആ കൺട്രോൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അന്ന് മുതൽ പരിശുദ്ധാത്മാവാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ കണ്ടുകൊണ്ട് കാണേണ്ടി വരും. പല കാര്യങ്ങൾ നമ്മുടെ യാത്രയിൽ കാണേണ്ടി വരും. പല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് മറന്നു പോകും. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ മറക്കത്തില്ല, അത് മൈൻഡിൽ സ്റ്റോർ ചെയ്യും.
അപ്പോൾ നോക്കുക, കാഴ്ച തന്നെ പല രീതിയിലുണ്ട്. അപ്പോൾ ഈ കാഴ്ച പലതും നമ്മുടെ മൈൻഡിലേക്ക് പോകുന്നില്ല, പക്ഷെ ചിലത് മൈൻഡിലേക്ക് പോകും. അതെന്തിനാണെന്നറിയാമോ? പിശാച് ആ കണ്ണിന്മേൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതിനെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിച്ചിട്ട് അതിനെ മൈൻഡിലേക്ക് കയറ്റും. എന്തിനാണെന്നറിയാമോ? ആ മൈൻഡിൽ സേവ് ചെയ്തിട്ട് നമ്മൾ ആ ദൃശ്യത്തിൽ നിന്ന് അകന്ന് മണിക്കൂറുകൾ, കിലോമീറ്ററുകൾ വണ്ടി ഓടി വീട്ടിൽ വന്നാലും ആ ചിന്ത നമ്മുടെ മൈൻഡിൽ കിടക്കും. എന്തിനാണെന്നറിയാമോ? പിശാചിന് ആ ചിന്തയും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇവനെ പാപത്തിലേക്ക് കൊണ്ടുപോകണം. സ്തോത്രം. അപ്പം ഞാൻ പറയാൻ കാര്യം, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ അതിന് എക്സാമ്പിളുണ്ട്. ഈ ദാവീദിൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ദാവീദ് ആ പാപം ചെയ്ത കാര്യം ഞാൻ അതേക്കുറിച്ച് എടുത്തു പറയാൻ സമയമില്ല, അതുകൊണ്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ പാപം ചെയ്തിട്ട് ദാവീദ് അവിടെ ഇരിക്കുന്ന സമയത്ത് മനസ്സാക്ഷി കുത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തുവാണേലും നാഥാം പ്രവാചകൻ വന്നിട്ട് ഒരു സ്റ്റോറിയാണ് പറയുന്നത് ദാവീദിനോട്. ആ സ്റ്റോറിക്കകത്ത് ഇപ്രകാരം പറയുന്നുണ്ട്: ഒരു വഴിപോക്കൻ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആ ആട്ടിൻകുട്ടിയൊന്നും കൊല്ലാതെ വേറൊരു വീട്ടിലോട്ടോ ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്ന് കൊന്ന് ബിരിയാണി വെച്ച് കൊടുത്തു. അപ്പോൾ അവിടെ എഴുതി വെച്ച് ഒരു വഴിപോക്കൻ എന്ന് പറഞ്ഞാൽ ട്രാവലർ, വഴിപോക്കൻ. അപ്പോൾ ഈ വഴിപോക്കൻ എന്നാണ് പാപത്തെ അവിടെ പരിശുദ്ധാത്മാർ വഴിപോക്കൻ എന്ന് പറഞ്ഞാൽ പാപം ഒരു വഴിപോക്കനെ പോലെയാണ് നമ്മുടെ മുന്നിൽ എത്തുന്നത്. അതിനെ എൻട്ര ചെയ്യിക്കണോ വേണ്ടായോ എന്ന് നമ്മൾ തീരുമാനിച്ചോണം. ഇവിടെ ദാവീദ് ആ വഴിപോക്കനെ പിടിച്ചകത്ത് കയറ്റി സൽക്കരിച്ചു. അതിഥി അല്ല, ഗസ്റ്റ് അല്ല വന്നത്, വഴിപോക്കനാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ പാപത്തെ ഒരു വഴിപോക്കനായി കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവനെ നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് എൻട്ര ചെയ്യിപ്പിക്കരുത്. സ്തോത്രം. അപ്പോൾ ഈ സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ദൈവസന്നിധി സമർപ്പിച്ച് കഴിയുമ്പോൾ ഈ പാപം നമ്മളിലേക്ക് കയറി നമ്മളെ കൺട്രോൾ ചെയ്യാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ ഗലാത്യ ലേഖനത്തിൽ കാണുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇറങ്ങി വന്ന് നമ്മളെ കൺട്രോൾ ചെയ്യണം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അതനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. എൻ്റെ യങ്സ്റ്റേഴ്സായ കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പാപം ചെയ്യാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് കയറി നിങ്ങളുടെ കയ്യെ പിടിക്കത്തില്ല. നിങ്ങൾ സിനിമാ കോട്ടയിലേക്ക് നടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കാലെ കയറി പിടിക്കത്തില്ല. പിന്നെയോ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിയാണോ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശം തരും. നോ, നീ പോകരുത്, നിനക്ക് പറ്റിയ സ്ഥലമല്ലത്, നിനക്ക് പറ്റിയ കൂട്ടുകൂട്ടല്ല എന്ന് നിന്നോട് സംസാരിക്കും. പക്ഷേ നീ അത് കേൾക്കാതെ മുന്നോട്ട് പോയാൽ പരിശുദ്ധാത്മാവ് വാണിംഗ് സ്റ്റോപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കാൻ തുടങ്ങും. അങ്ങനെ ദുഃഖിച്ച് വീണ്ടും നിന്നോട് ഇടപെടും. ചിലപ്പോൾ ദൈവദാസന്മാരെ കൂടെ സംസാരിച്ചത് വരും, എങ്ങനെങ്കിലും തിരിക്കാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കും. പക്ഷേ വീണ്ടും പാപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചിറങ്ങിപ്പോകും. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ആ ഇറങ്ങിപ്പോയതിന് ശേഷം ഈവിൾ സ്പിരിറ്റ് കൺട്രോൾ ഏറ്റെടുക്കും. അങ്ങനെ നല്ലൊരു ശതമാനം യൗവനക്കാർ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലേക്ക് വരട്ടെ. ആദ്യം ഒരു കുഞ്ഞ് ചോദിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ മദ്യപിക്കാറില്ല, ഞാൻ സിഗരറ്റ് വലിക്കാറില്ല, ഞാൻ സിനിമ കാണാൻ പോകാറില്ല, ഒരു ദുഷ്പ്രവൃത്തി ഞാൻ ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. പ്രിയ കുഞ്ഞ്, ഞാൻ നിന്നോട് പറയട്ടെ, ആ ചോദ്യമുള്ള അനേകർ എന്നെ കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കാര്യസ്ഥനില്ലാതെ ഈ ഗലാത്യ ലേഖനത്തിൽ 5 മുതൽ 5-ാം അധ്യായം 16-ാം വാക്യം മുതൽ ഇന്ന് തന്നെ വായിക്കണം. 5-ാം അധ്യായം 16 മുതൽ താഴോട്ട് വായിക്കണം. ജഡത്തിൻ്റെ പ്രവൃത്തികൾ മലയാളത്തിൽ 15-ഉം ഇംഗ്ലീഷിൽ 17 വെച്ചിട്ടുണ്ട്. അത് നിനക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ കോപം, അല്ലെങ്കിൽ അസൂയ, പിണക്കം, ജാരശങ്ക, ദ്വന്ദ്വപക്ഷം, ഇതൊക്കെ ജയിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോൾ ഇല്ലാതെ ജയിക്കാൻ കഴിയുകയില്ല. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോൾ ഇല്ലാതെ ക്രിസ്ത്യ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ആ ഗലാത്യ ലേഖനം 5:19-20 എഴുതി വെച്ചിരിക്കുന്നുണ്ട്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല, നിത്യത നഷ്ടപ്പെടും. ഹല്ലേലൂയ. അതാണ് പൗലോസ് ആദ്യം പറഞ്ഞത്. ഞാൻ ഇച്ഛിക്കുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, പക്ഷെ കഴിയുന്നില്ല. ഇച്ഛിക്കാത്ത തിന്മ എന്നിലേക്ക് കയറി വരികയാണ്. ഇച്ഛിക്കാത്ത തിന്മ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ പലരും
മാനസികമായിട്ട് തകർന്നിരിക്കാൻ എനിക്കറിയാം. വിജയകരമായ ക്രിസ്ത്യ ജീവിതം ചെയ്യാൻ കഴിയുന്നില്ല. എന്നും കുറ്റബോധത്തിൽ ജീവിക്കുകയാണ്. ആ കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വരണം. എങ്ങനെ പുറത്തു വരാൻ കഴിയും? ദൈവസന്നിധി മുട്ടുമടക്കുക, പാപസ്വഭാവം ദൈവത്തോട് ക്ഷമ ചോദിക്കുക, ഒരു എൻകൗണ്ടർ ദൈവവുമായിട്ട്. കർത്താവേ, ഞാൻ ഇന്നലെ വരെ ജീവിച്ച പോലെ അല്ല ഇന്ന് വരെ ജീവിച്ച പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെന്ന് ദൈവത്തോട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൺട്രോൾ ഏറ്റെടുക്കും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ജയം നൽകി തരും. പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നിങ്ങളെ കൃപാവരങ്ങളാൽ നിറയ്ക്കും. കേവലം കൈകൊട്ടി അന്യഭാഷ പറയുക മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ആളാണ്. നമ്മൾ തകരുമ്പോൾ, നമ്മുടെ ഹൃദയം വേദനപ്പെടുമ്പോൾ മകനെ കരയണ്ട. നിങ്ങൾ കാനഡയിലായിരിക്കുമ്പോൾ, USA-യിലായിരിക്കുമ്പോൾ, കൊറിയയിലായിരിക്കുമ്പോൾ, ന്യൂസിലാൻഡിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കൂടെയില്ല. അവിടെ നിങ്ങൾ തകർന്നിരിക്കുന്ന സമയം യേശു നിങ്ങളുടെ അടുക്കലുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കലുണ്ട്. കരയണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ വിഷയങ്ങൾക്ക് ഞാൻ പരിഹാരമയക്കും. നിൻ്റെ പ്രയാസങ്ങൾക്ക് ഞാൻ പരിഹാരമയക്കും. ഏത് വിഷയത്തിനും യേശു കർത്താവ് കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ജയിക്കണം. നമുക്ക് ജയിക്കണം. ജയിക്കാൻ കഴിയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ അനുഭവം ഞാൻ ഈ പറയുന്നത്, തോറ്റു കിടന്നൊരു മണ്ഡലം എനിക്കുണ്ടായിരുന്നു. ജയിക്കുവാൻ കർത്താവ് കുറവ് നൽകി. നമുക്ക് ജയിക്കാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഞാൻ ഇന്ന് വരെ ഭാവിയായിരുന്നു. ഇനി മുതൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. എൻ്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ കുറ്റങ്ങളും കുറവുകളും എന്നോട് ക്ഷമിക്കണമേ. ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ പകരണമേ എന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ ഉള്ളങ്കെ പൊതിയണം. അവരെ ശക്തിയോട് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. അവർ തകർന്ന ജീവിതത്തെ പണിയാൻ പോകുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ അവിടുന്ന് അങ്ങ് നിറയ്ക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, അവരെ ഉള്ളങ്കെ കർത്താവ് പൊതിയണമേ. അവരെ ഹല്ലേലൂയ, അവരുടെ ജീവിതം നശിച്ചു പോകല്ലേ അപ്പാ. വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് അവരുടെ നാവിന്മേൽ അധികാരമെടുത്ത് അവർ ചിലരോട് കൽപ്പിക്കുമ്പോൾ അത് മാറിപ്പോകാൻ കർത്താവ് ഇടയാക്കണം. അവരെ അപ്പച്ചൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.